വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു മേക്കപ്പ് വീഡിയോ ആണ് കേട്ടോ. അതായത് വെറും മേക്കപ്പ് അല്ല, ഒരു ഇൻസ്പയർഡ് ലുക്ക് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ് ഞാൻ. എൻ്റെ ഫേവറേറ്റ് ആക്ട്രസ് ആണ് കേട്ടോ ശോഭന മാം. അപ്പോൾ എനിക്ക് ശോഭന മാമിൻ്റെ പോലെ ഉണ്ടെന്ന് ഞാൻ അഹങ്കാരം പറയണതല്ല, ചില ആൾക്കാർ പറയാറുണ്ട്. ചെറിയൊരു കട്ട്, എക്സാക്ട് അതേപോലെ എന്നല്ല, എന്നാലും എന്താ പറയുക, ചെറിയൊരു കട്ടുണ്ട്. ഞാൻ ചിലപ്പോൾ ചില ഡ്രസ്സ് ഇട്ട് വരുമ്പോൾ പറയാറുണ്ട് അങ്ങനെ തോന്നുന്നുണ്ട് ശോഭനേനെ പോലെ എന്നൊക്കെ ഇങ്ങനെ ചിലർ പറയാറുണ്ട്. ഞാൻ ഒട്ടും എക്സാജറേറ്റ് ചെയ്ത് പറയല്ല, പക്ഷെ എനിക്ക് ഇന്നേ വരെ തോന്നിയിട്ടില്ല. പക്ഷെ ചിലവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെ പറയണത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാവാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നതാണ്, ദെൻ വൈ നോട്ട് ഒരു ഇൻസ്പയർഡ് ലുക്ക് ചെയ്താലോ എന്ന്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ഇൻസ്പയർഡ് ലുക്ക് ചെയ്യാമെന്ന് ശോഭന മാമിൻ്റെ. ഇപ്പോൾ കുറേ ഫോട്ടോസ് ഞാൻ റിസർച്ച് ചെയ്തു. അതിനകത്ത് എനിക്ക് ഏകദേശം സിമിലർ ആയിട്ട് കിട്ടിയത് ഈ ഒരു ഡ്രസ്സ് വെച്ചിട്ടുള്ള ഒരു ലുക്കാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ചെയ്യാമെന്ന്. ആൻഡ് ഓൾറെഡി ഇതിനു മുമ്പ് ഞാൻ പ്രിയ വാര്യർ ഇൻസ്പയർഡ് ലുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോഴും ഞാൻ പറഞ്ഞ സെയിം കാര്യം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. ഇൻസ്പയർഡ് ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് അതുപോലെ ഇരിക്കുന്നു എന്നല്ല അർത്ഥം. നമുക്ക് അവരുടെ മേക്കപ്പും ഹെയർ സ്റ്റൈലൊക്കെ ഇൻസ്പയർഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ലുക്കാണ് കേട്ടോ. അപ്പോൾ എക്സാക്ട് അതുപോലെ ഇരിക്കണം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. പിന്നെ എനിക്ക് എല്ലാവരും ഇങ്ങനെ പറയണ കേട്ടപ്പോൾ എനിക്ക് എന്തുകൊണ്ട് അത് ചെയ്തുകൂടാ എന്ന് എനിക്കൊരു ആഗ്രഹം തോന്നി. അപ്പം ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഇപ്പോൾ ആദ്യം തന്നെ ഞാൻ മുഖമൊക്കെ നല്ലോണം കഴുകി വന്നിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ഫസ്റ്റ് തന്നെ മേക്കപ്പിന് മുമ്പ് നമ്മളൊരു മോയ്സ്ചറൈസർ ഇടണം. അപ്പോൾ നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം കേട്ടോ. നമുക്ക് മോയ്സ്ചറൈസർ ഇടാം. ആക്ച്വലി ഈ ഒരു മോയ്സ്ചറൈസർ വാസ്ലിൻ്റെ ഈ സംഭവം ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ചതാണ്. ഇത് മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒരുമിച്ചുള്ള സംഭവം ഇല്ലേ, അതാണ്. അപ്പം നമുക്ക് ഇത് ഒരുമിച്ച് അപ്ലൈ ചെയ്യാം. ഇത് ആക്ച്വലി ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഡ്രസ്സ് ആയതുകൊണ്ട് നമുക്ക് കഴുത്തിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മൾ അവിടെയും അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ വേറെ കളറായിട്ടിരിക്കും. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. ഈ മസാജ് ചെയ്യുന്നതിന് എന്തൊക്കെയോ ഒരു വിധമുണ്ട്, പക്ഷെ എനിക്കതൊന്നും അറിയാത്തതുകൊണ്ട് നമുക്ക് സാധാ പോലെ ചെയ്യണം. ഓക്കെ, നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 2 to 3 minutes ഒന്ന് വെയിറ്റ് ചെയ്യാം, ഇതൊന്ന് ശരിക്കും സ്കിന്നിലേക്ക് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സിനിമയിൽ അവർ ഏത് ആക്ട്രസ് ചെയ്താലും കുറേ മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യാറ്. അപ്പം നമുക്ക് ഇത്രയൊന്നും ഇപ്പോൾ ഉണ്ടാവില്ലല്ലോ കയ്യിൽ. അപ്പം അതുകൊണ്ട് ഞാനിവിടെ ഈ മേക്കപ്പ് ലുക്ക് റീക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് എൻ്റെ കയ്യിൽ എന്തൊക്കെയാണോ ഉള്ളത് അത് വെച്ചിട്ടാട്ടോ ഞാൻ ചെയ്യുന്നത്. അതായത് ഒരു ബേസിക് ഫൗണ്ടേഷൻ, കൺസീലർ, അങ്ങനെ മാത്രം. ഇപ്പോൾ സിനിമയിൽ നമ്മൾ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ വേറെ എക്സ്ട്രാ ഉപയോഗിക്കും. അതൊന്നും ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു മോയ്സ്ചറൈസർ അത്യാവശ്യം നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ ആണ് കേട്ടോ. ഞാൻ എടുത്തേക്കുന്നത് ഫിറ്റ്മിയുടെ ഫൗണ്ടേഷൻ ആണ്, മെബിലിൻ. ഇതിൻ്റെ ഷെയ്ഡ് 115 ആട്ടോ. ഫോർ നോർമൽ ടു ഓയിലി സ്കിന്നാണ്. ആൻഡ് ഞാൻ പറയുന്ന പോലെ തന്നെ ഷെയ്ഡ് ഒരിക്കലും ഇത് തന്നെ വാങ്ങരുത്. നമ്മൾ പോയി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഏതാണോ സ്യൂട്ട് ആവുന്നത് അത് വേണം ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് ഇവിടെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ കൈകൊണ്ട് തന്നെയാണ് റബ് ചെയ്യാറ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ബ്രഷ് ഉപയോഗിക്കാം.
അപ്പം നമ്മൾ മോയ്സ്ചറൈസർ ഇട്ടു, അതുപോലെ തന്നെ ഫൗണ്ടേഷനും അപ്ലൈ ചെയ്തിട്ടുണ്ട്. സെറ്റ് ആയിട്ടുണ്ട്. ഈ ഫൗണ്ടേഷൻ ഒന്ന് വരുമ്പോഴേക്കും നമുക്കൊരു ലിപ് ബാം ഇട്ട് കൊടുക്കാം. ആക്ച്വലി ഈ ലിപ് ബാം നമ്മൾ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇടേണ്ടതാണ് കേട്ടോ. എന്നിട്ടാണ് നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യേണ്ടത്. കാരണം കുറച്ച് നേരം ലിപ്പിലേക്ക് തിരിക്കണമല്ലോ. പക്ഷെ എന്ത് മറന്നുപോയി. അപ്പം നമുക്കിപ്പോൾ ഇടാം, കുഴപ്പമില്ല. അപ്പോൾ ജസ്റ്റ് ഒരു ലിപ് ബാം ഇട്ടിട്ടുണ്ട്. ഈ ലിപ് ബാം ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഒന്നുമല്ല, ഞാൻ ലിപ്പ് കുറച്ച് എന്താ പറയുക സേഫായിട്ട് ഇരിക്കാൻ വേണ്ടി ലിപ് ബാം ഇട്ടു എന്നുള്ളൂ. കാരണം നമ്മൾ കുറേ ലിപ്സ്റ്റിക്സ് ഒക്കെ യൂസ് ചെയ്യുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് അതിന് മുമ്പായിട്ട് ഞാൻ ലിപ് ബാം ഇട്ടു എന്നുള്ളൂ കേട്ടോ. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, ഇനി നമുക്ക് പൗഡർ ഇടാം. കാരണം ഈ ഫൗണ്ടേഷൻ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ സ്കിൻ കുറച്ച് ഓയിലി ആയിട്ടിരിക്കും. അപ്പോൾ നമുക്കത് പൗഡർ ഇട്ട് കഴിയുമ്പോൾ ഒന്ന് സെറ്റ് ആവുമല്ലോ. അല്ലെങ്കിൽ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യണമെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. പക്ഷെ എൻ്റെ കയ്യിൽ ഇപ്പം അതില്ല, അതുകൊണ്ട് ഞാൻ പൗഡറാണ് ഇടണേ, സാധാ പൗഡർ. ഞാൻ പോൺസിൻ്റെ പൗഡറാണ് കേട്ടോ യൂസ് ചെയ്യണേ. ആക്ച്വലി ഇതിൻ്റെ ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും എന്തിനാണ് ഇത്ര മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്തേ. കാരണം ഈ ഒരു ഫോട്ടോ ഞാൻ നെറ്റിലിങ്ങനെ നോക്കിയപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ മേക്കപ്പ് ചെയ്തിട്ട് എന്താ കാര്യം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടായിരിക്കുമല്ലോ കാണുന്നത്. പക്ഷേ മേക്കപ്പ് നമ്മൾ ചെയ്യണം. കാരണം മേക്കപ്പ് ചെയ്യാണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്താൽ അതൊരു വേറെ ലുക്കായിരിക്കും. ഇത് മേക്കപ്പ് ചെയ്തില്ലെങ്കിൽ ആ ഒരു എഫക്റ്റ് വരില്ല. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പൗഡർ ഇട്ടിട്ടുണ്ട്. ഇനി ഐബ്രോസ് ഒന്ന് സെറ്റ് ചെയ്യാം. ഞാൻ ആക്ച്വലി ത്രെഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇത്തിരി ഷേപ്പ് കുറവായിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ ഐബ്രോ പെൻസിൽ ഇല്ല. അപ്പം ഞാൻ നമ്മൾ ചെയ്യുന്ന കണ്ണെഴുതുന്ന ഐക്കോണിക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ആ ഒരു ജസ്റ്റ് ഒന്ന് ഇച്ചിരി ഡാർക്കൻ ചെയ്ത് കൊടുക്കാം മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. ആ ഒരു എഫക്റ്റിന് വേണ്ടി മാത്രം. ഞാൻ മിററിൽ ഒന്ന് നോക്കട്ടെ കേട്ടോ. ഓക്കെ, ഇനി നമുക്കപ്പോൾ അടുത്തത് കണ്ണെഴുതാം കേട്ടോ. ആൻഡ് ഈ ഒരു പിക്ചറിൽ നമ്മൾ മുകളിൽ മാത്രമേ കണ്ണെഴുതണുള്ളൂ, താഴെ എഴുതുന്നില്ല കേട്ടോ. നമുക്ക് കണ്ണെഴുതാം. അപ്പോൾ കണ്ണ് എഴുതി കഴിഞ്ഞു. ആക്ച്വലി പുരികം ഇച്ചിരി ഓവറായിട്ടിരിക്കുന്നുണ്ടോ? കുഴപ്പമില്ല, നമുക്ക് അവസാനം വരുമ്പോൾ ഭംഗി ഉണ്ടാവുമെന്ന് വിചാരിക്കാം. അപ്പോൾ കണ്ണ് എഴുതി കഴിഞ്ഞു. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മസ്കാര ഇടണം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് താഴെ നമ്മൾ കണ്ണ് എഴുതുന്നില്ല, എന്നാലും ഞാൻ അറ്റാച്ച് ചെയ്ത് കുറച്ച് ഇങ്ങോട്ട് വന്നിട്ട് ഇച്ചിരി ഇവിടേക്ക് സ്മഡ്ജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മസ്കാര ഇടാം കേട്ടോ. ആക്ച്വലി എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത സംഭവമാണ് ഈ മസ്കാര. എനിക്ക് ഡാൻസ് കളിക്കുമ്പോഴായാലും നമ്മൾ ഐലാഷസ് വെക്കുമല്ലോ, അപ്പോൾ ഐലാഷസ് വെക്കാൻ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ മസ്കാര ഇടാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പക്ഷെ മിക്കവർക്കും, ഞാൻ കേട്ടേക്കുന്ന മിക്കവർക്കും നേരെ ഓപ്പോസിറ്റ് ആണ്. അവർക്ക് മസ്കാര ഇടാനായിരിക്കും താല്പര്യം, ഐലാഷസ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ച് പിന്നെ അത് കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ എനിക്ക് നേരെ തിരിച്ചാണ് കേട്ടോ. എനിക്ക് ഐലാഷസ് വെച്ചിട്ട് എത്ര നേരം വേണമെങ്കിലും ഇരിക്കും, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ മസ്കാര എനിക്ക് ഭയങ്കര പ്രശ്നമാണ്, അത് കണ്ണിൻ്റെ ഉള്ളിലേക്ക് പോകും എപ്പോഴും. അതുകൊണ്ട് ഇപ്പം ഞാനായാലും വല്ല ഫംഗ്ഷൻസിനോ ഒക്കെ പോയാലും ഞാൻ മസ്കാര ഒട്ടും യൂസ് ചെയ്യാറില്ല, കണ്ണ് മാത്രമേ നന്നായിട്ട് എഴുതാറുള്ളൂ. അപ്പം നമുക്കിവിടെ എന്തായാലും ഇടണം.
ഒന്നാമത്തെ കാര്യം എനിക്കിത് ഇടാൻ വലിയ വശമില്ല, അതുകൊണ്ടാണ് തോന്നുന്നു എനിക്കിഷ്ടമല്ലാത്ത. നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് താഴെയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം മസ്കാര ഇട്ടിട്ടുണ്ട്. ഞാൻ താഴെയും ചെറുതായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ബ്ലാക്ക്നെസ്സിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇനി ലാസ്റ്റ് വൺ ലിപ്സ്റ്റിക് കേട്ടോ. സോറി, മറന്നു, ഞാൻ വിചാരിച്ചു എല്ലാം കഴിഞ്ഞു എന്ന്. ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനൊരു റെഡ് ലിപ്സ്റ്റിക് ആണ് എടുത്തേക്കുന്നത്. ഇത് വന്നിട്ട് ക്രീമി ഡ്രസ്സിൻ റേസിൻ B01 ആണ്. ഇതാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വേറൊരു ലിപ്സ്റ്റിക്, ഇത് ഡാസ്ലറിൻ്റെ LB08 ഷെയ്ഡുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. ആൻഡ് ഇത് നമുക്കൊന്ന് അപ്ലൈ ചെയ്തെടുക്കാം. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലോ ലുക്കിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം ഇത് ഇട്ട് കഴിഞ്ഞാൽ ഒരു ലിപ് ഗ്ലോസ് ഇട്ടൊരു എഫക്റ്റ് എനിക്ക് തോന്നാറുണ്ട് ഒറ്റയ്ക്ക് ഇടുമ്പോൾ തന്നെ. കുറച്ചൊരു ഗ്ലോ ആയിട്ട് തോന്നുന്നില്ലേ? അപ്പം അതിന് വേണ്ടിയിട്ടാട്ടോ ഇത് ഇട്ട് കൊടുത്തേക്കുന്നത്. ഓക്കേ, അപ്പം നമ്മുടെ ഫേസിലെ ലുക്കെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഹെയറിലോട്ട് പോയാലോ. അപ്പോൾ ഹെയർ ഒന്നുമില്ല പ്രത്യേകിച്ച്, അവർ ഭയങ്കര സിമ്പിളായിട്ട് അയച്ചാണ് ഇട്ടേക്കുന്നത് കേട്ടോ. ഓപ്പൺ ഹെയർ ആണ്. സോറി, ഒരു മിനിറ്റ്. ഞാനിവിടെ ലാപ്ടോപ്പിൽ ആക്ച്വലി റെഫറൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണതാണ്, ഇങ്ങനെ തന്നെയല്ലേന്ന്. ആക്ച്വലി ഈ ഫോട്ടോയിൽ നമ്മുടെ ഹെയറിൻ്റെ ഇത്രയും ഭാഗം വെച്ച് കട്ടായേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല. ആൻഡ് ഇതിനകത്ത് ഒരു ഇത് വെച്ചിട്ട് ഓപ്പൺ ഹെയർ ആണ്. ആൻഡ് കുറച്ച് നമുക്ക് എൻ്റെ മുടിയാണെങ്കിൽ, എൻ്റെ മുടിയുടെ ഒരു പ്രത്യേകതയാണ് അത്, എന്താ പറയുക, നമ്മൾ പാർട്ടീഷൻ ചെയ്തെടുക്കാതെ അല്ലാതെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഇട്ടിട്ട് അയച്ചിട്ട് കഴിഞ്ഞാൽ എന്താ പറ്റുക, ഓൾറെഡി അത് പാർട്ടീഷനായിട്ട് വരും. പക്ഷെ കുറേ പേർക്കൊക്കെ അങ്ങനെ വരാറില്ല കേട്ടോ. എനിക്ക് അങ്ങനത്തെ ഹെയർ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ ഹെയറിൽ എപ്പോഴും അങ്ങനെ വരും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നൈസായിട്ട് അറിയാത്ത രീതിയിൽ നമുക്കിവിടെ സ്ലൈഡ് ചെയ്ത് വെക്കാം. പക്ഷെ സ്ലൈഡ് ചെയ്ത് വെച്ചാൽ അത് അറിയും, അതാണ് പ്രശ്നം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കട്ടെ. ചെറുതായിട്ടൊരു പാർട്ടീഷൻ എടുത്തിട്ട് ഇങ്ങനെ വെക്കാൻ പറ്റുമെന്ന്. ഓൾറെഡി ഞാൻ ചെടിയൊക്കെ കളഞ്ഞ് എടുത്ത് വെച്ചേക്കാണ്. അത് ശരിയാവില്ല. എൻ്റെ മുടി അങ്ങനെ ഇരിക്കുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു, ഓൾറെഡി നമുക്കിവിടെ തല കാണാൻ പറ്റുന്നില്ലല്ലോ, ഹെയർ സ്റ്റൈല് ഇവിടെ എന്താണ്. അപ്പം ഞാൻ വിചാരിച്ചു ചെറുതായിട്ട് പാർട്ടീഷൻ തന്നെ എടുക്കാമെന്ന്. വേണ്ട, നമുക്ക് സൈഡ് വൈസ് പാർട്ടീഷൻ എടുക്കാം. അതാണ് കുറച്ചുകൂടി നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. കണ്ണിക്കാരം വയസ്സിന് മുടി എന്ത് ചെയ്താലും ശരിയാവുന്നില്ലല്ലോ. So what should I do? And guys,
ആക്ച്വലി ഈ പോർഷനൊക്കെ ഞാൻ കുറച്ചൊക്കെ കട്ട് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ ഭയങ്കര ബോറടിക്കും ഞാൻ ഈ മുടി ചെയ്യുന്നത് മാത്രം. സോ ലെറ്റ് ഇറ്റ് ബി ഹിയർ. ഇപ്പം ഇങ്ങനെ ഇരിക്കട്ടെ, നമുക്ക് അവസാനം എന്തെങ്കിലും ചെയ്യാം. ഇനി നമുക്ക് കമ്മൽ മാറ്റി ഇടാനുണ്ട്. ഒരു റിങ്ങാണ് ഇതിനകത്തുള്ളത്, അപ്പോൾ നമുക്ക് അതിടാം കേട്ടോ. പക്ഷെ ഈ റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു ചീത്തയായ റിങ്ങാണ്, നമ്മൾ ഉപയോഗിക്കാത്തൊരു റിങ്ങാണ് എൻ്റെ കയ്യിലുള്ളത്. വേറെ റിങ്സ് ഒന്നും എൻ്റെ കയ്യിൽ ഇല്ല. അപ്പോൾ ഇത് എത്രത്തോളം ഇടാൻ പറ്റും എന്ന് നമുക്കിപ്പോൾ നോക്കാം. ഞാനാണെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കിയില്ല, ഞാൻ പെട്ടെന്ന് വിചാരിച്ചത് ചെയ്യാം, ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. ഓൾറെഡി കുറേ നാളായിട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിലും ഇത് ഞാൻ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു നമുക്കിത് ചെയ്യാം എന്ന്. ഈ റിങ്ങാണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് ആക്ച്വലി എന്തോരം നമുക്ക് ഇടാൻ പറ്റും എന്നെനിക്ക് അറിയില്ല. ട്രൈ ചെയ്ത് നോക്കാം. പുരുക എഴുതിയിട്ട് എനിക്ക് ചേരുന്നില്ല എന്ന് എനിക്കറിയാം, ബട്ട് ഐ ഹാവ് നോ അതർ ചോയ്സ്. എന്തൊക്കെയാണ് ഈ പറയണേ? എനിക്കെന്നെ മനസ്സിലാവുന്നില്ല ഞാൻ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന്. ഗൈസ്, മുടി മാത്രം ശരിയാവുന്നില്ല. ഈ ഒരു ഫോട്ടോയില് ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ഹെയർ ഇങ്ങനെ ഇടുന്നുണ്ട്. ഇതെങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഗൈസ്, എൻ്റെ തലയിൽ കുറച്ച് എണ്ണയുണ്ട്, പിന്നെ ഷാമ്പു ഇട്ടിട്ടില്ല, അപ്പം അതുകൊണ്ടാണ് എന്നെനിക്ക് തോന്നുന്നു ഇത് അത്ര ഇരിക്കാതെ നിൽക്കുന്നത്. ഓക്കെ, അപ്പം ഏകദേശം സെറ്റ് ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം കേട്ടോ. ഓക്കെ, അപ്പം ഇതാണ് കേട്ടോ എൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് എത്രത്തോളം റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ആക്ച്വലി റിങ് കാണുന്നില്ല അല്ലേ? ഞാൻ എന്തായാലും ഫോട്ടോ ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്താണ് ഞാൻ ഉദ്ദേശിച്ചതെന്നുള്ളത്. പക്ഷെ എന്താ പറയാ, അത് ഫോട്ടോ ആയതുകൊണ്ടായിരിക്കും ആ ഒരു കറക്റ്റ് ഹെയർ, ഇതിന്റെ ഹെയർ ടെക്സ്ചർ ഇതൊന്നും അല്ല എൻ്റെ, അപ്പൊ എനിക്കത് ഒട്ടും വരുന്നില്ല. പ്രത്യേകം നോട്ട് ചെയ്യാ, എക്സാക്ട് ലുക്ക് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇൻസ്പയർഡ് ലുക്കാണ്. അപ്പോ ഗൈസ്, അപ്പോൾ ഇത് എത്രത്തോളം ശരിയായി എന്ന് എനിക്കറിയില്ല, പക്ഷെ കുറച്ചൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നല്ലോ യാതൊരു ലുക്കും ഇല്ലല്ലോ എന്ന്. എനിക്ക് ഇന്ന ആളായിട്ട്, അതായത് ശോഭന മാമായിട്ട് ലുക്കൊന്നും ഇല്ല എന്നല്ല, ഇങ്ങനെ കുറച്ച് പേര് ഇടയ്ക്ക് പറയാറുണ്ട്, എപ്പോഴും പറയാറില്ല കേട്ടോ, ഇടയ്ക്ക് ഞാൻ ചില ഡ്രസ്സ് ഇട്ട് വരുമ്പോൾ പറയാറുണ്ട് അതുപോലെ തോന്നാറുണ്ട് അങ്ങനെയൊക്കെ. പിന്നെ ചിലപ്പോൾ ഞാൻ ഡാൻസ് കളിക്കുമ്പോൾ അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഗൈസ്, സോറി ഫോർ ദ ബാക്ക്ഗ്രൗണ്ട് നോയിസ്, ഇവിടെ അടുത്ത വീട്ടിലെ പട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് കുറച്ച് പേര് പറയാറുണ്ട് ഡാൻസ് കളിക്കുമ്പോൾ അങ്ങനത്തെ ലുക്ക്, പിന്നെ ചില ഡ്രസ്സസ് ഇടുമ്പോൾ അങ്ങനത്തെ ലുക്ക്, അങ്ങനെയൊക്കെ പറയാറുണ്ട്. ആൻഡ് എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള എൻ്റെ ഒരു ഫേവറേറ്റ് ആക്ട്രസ് ആണ് ശോഭന മാം.
അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് എടുത്ത് ചെയ്തത്. ആൻഡ് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മേ ബി ഈ ഡ്രസ്സിൻ്റെ ആയിരിക്കും, കാരണം ഈ ഡ്രസ്സ് ഏകദേശം ഇതുപോലത്തെ ഡ്രസ്സ് തന്നെയാണ് ആ ഫോട്ടോയിലുള്ളത്. ഞാനിവിടെ ടാഗ് ചെയ്യാട്ടോ ഫോട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ ഇനി കൂടുതൽ വീഡിയോസായിട്ട് ഞാൻ വരാം. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസ് ഞാൻ ചെയ്യണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോസ് വരാം. അപ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വീഡിയോസ് വരാമല്ലോ. നിങ്ങൾക്ക് എന്തൊക്കെയാണ് കാണാൻ ആഗ്രഹം എന്നുള്ളത് കൂടി പറയാം കേട്ടോ. അപ്പം ഇത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അതുവരേക്കും ടാറ്റാ ബൈ. മുറ്റം നിറയെ മിന്നിപ്പടരും മുല്ലക്കൊടി പൂത്ത കാലം.